പേർഷ്യൻ ഗൾഫിൽ ഇറാൻ സൈനിക അഭ്യാസം തുടങ്ങി. നിലവിൽ അമേരിക്കയുടെ യുദ്ധഭീഷണി നിലനിൽക്കുന്നതിനിടയിലാണ് പേർഷ്യൻ ഗൾഫ് കേന്ദ്രീകരിച്ചുകൊണ്ട് അമേരിക്കയുടെ യുദ്ധക്കപ്പൽ വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഈ മേഖലയിലെ ഇറാന്റെ അതിർത്തിയോട് ചേർന്നുള്ള പ്രദേശങ്ങളൊക്കെ വലിയ രീതിയിലുള്ള നിരീക്ഷണത്തിലും നിയന്ത്രണത്തിലും ഇറാൻ ആക്കിയ ശേഷം ഇവിടെ സൈനിക അഭ്യാസം ആരംഭിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു. ഇത് വളരെ കൃത്യതയോടുകൂടി തന്നെ ഒരു കടൽ യുദ്ധമാണ് വരാൻ പോകുന്നത് എന്ന് സൂചന നൽകുന്ന തരത്തിലാണ് ഇറാന്റെ സമീപനങ്ങൾ എന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. കാര്യം പറയുന്നത്, കരയുദ്ധത്തിന്റെ കാലം കഴിഞ്ഞു. ഇനി അത്തരമൊരു സംഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. വളരെ അപൂർവമായി രാജ്യം മുഴുവനും കീഴടങ്ങി എന്ന് ഉറപ്പായതിനു ശേഷം മാത്രമാണ് സൈനികരെ സാധാരണഗതിയിൽ ഇപ്പോൾ അയക്കാറുള്ളത്, അമേരിക്ക പ്രത്യേകിച്ചും. അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പോൾ നടക്കാൻ പോകുന്ന യുദ്ധം എന്ന് പറഞ്ഞാൽ കടൽ യുദ്ധമാവാൻ സാധ്യതയുണ്ട്. കടൽ യുദ്ധം എന്ന് പറയുന്ന സമയത്ത് ആകാശ യുദ്ധം. അമേരിക്ക ഇറാൻ ആക്രമിക്കുന്നു, പിന്നെ സർവ്വ മേഖലയും കേന്ദ്രീകരിച്ചുകൊണ്ട് അമേരിക്ക തിരിച്ചടിക്കുന്നു. അവരുദ്ദേശിക്കുന്നത് കപ്പലുകളെ മുക്കുക അല്ലെങ്കിൽ തകർക്കുക എന്ന തരത്തിലാണ്. അപ്പോൾ എല്ലാവിധ ഏറ്റവും കൂടുതൽ സൈനിക പ്രാക്ടിക്കൽ ലഭിച്ചിരിക്കുന്ന സൈനികരാണ് ഇപ്പോൾ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ പ്രാക്ടിക്കൽ തുടങ്ങിയിരിക്കുന്നത് എന്ന വിവരമാണ് പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെ രഹസ്യാന്വേഷണ വിഭാഗം പോലെയുള്ളതും രഹസ്യ പോലീസ് വിഭാഗങ്ങളോടൊക്കെ ഏകോപിച്ച് നിൽക്കാനും യുദ്ധത്തിന് തയ്യാറാവാനും വേണ്ടിയിട്ട് ഇറാൻ ആഹ്വാനം ചെയ്തു. അതിന് അവരിപ്പോൾ ഉദ്ദേശിക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന സ്ഥിതികൾ ഇങ്ങനെയാണ് അത് പോകുന്നത്. എവിടെ നിന്നാണോ അക്രമം വരുന്നത്, അക്രമം വന്നു കഴിഞ്ഞാൽ ഏത് ഭാഗത്തു നിന്ന് അക്രമം വന്നു കഴിഞ്ഞാൽ ഒരേ സമയത്ത് തിരിച്ചടിക്കണം എന്നുള്ളതാണ്. സർവ്വ മേഖലയിലേക്കും തിരിച്ചടി ഏകോപിച്ചു കൊണ്ട് നടക്കണം എന്നുള്ളതാണ്. ഇത് യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ തന്ത്രം ഇങ്ങനെയാണ്. ഇസ്രായേൽ യുദ്ധം ചെയ്യുന്ന സമയത്ത് സാധാരണഗതിയിൽ അവർ ചെയ്യാറുള്ളത് ഒരേ സമയത്താണ് ആക്രമണം നടത്തുക. ആ അക്രമത്തിന്റെ മേഖല പ്രത്യേക രീതിയിൽ പറയാതെ രാജ്യത്തുള്ള എല്ലാ ആയുധങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ആദ്യ സമയത്ത് ആക്രമണം നടത്തുമ്പോൾ ശത്രുപക്ഷം വല്ലാതെ വിളറിയെടുക്കും, വല്ലാത്ത രീതിയിൽ ഭയപ്പെട്ടു പോകും. 1967 അവരത് പരീക്ഷിക്കുകയും അവരത് വിജയിക്കുകയും ചെയ്തു എന്ന് മാത്രമല്ല, യുദ്ധത്തിന് നേതൃത്വം നൽകിയ അല്ലെ യുദ്ധഭൂമികയിൽ ഉണ്ടായിരുന്ന രാജ്യങ്ങളുടെ ഭൂപ്രദേശം അവർ പിടിച്ചെടുക്കുക പോലും ചെയ്തു. അപ്പോൾ ആ ഒരു സാഹചര്യം അവർ വിജയിച്ചു എന്ന് പറയുന്നത് പിന്നീട് പല രാജ്യങ്ങളും അത് പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ആദ്യ അവസരത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ശക്തി പ്രയോഗിക്കപ്പെടുക എന്നുള്ളത്. ഇപ്പോൾ ഇറാൻ ഇതേ തന്ത്രം പ്രയോഗിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അമേരിക്കയുടെ ഭാഗത്തുനിന്ന് അക്രമം ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങൾ വരികയാണെങ്കിൽ പിന്നീട് ഒരിക്കൽ പോലും ഒറ്റപ്പെട്ട രീതിയിലുള്ള ആക്രമണം നടത്താതെ പ്രോക്സി വിഭാഗത്തെ സംഘടിപ്പിച്ചുകൊണ്ടും രാജ്യത്തിലെ സൈനികരെ ചേർത്തുകൊണ്ടും ഒരേ സമയത്ത് വ്യത്യസ്ത മേഖലയിലേക്ക് തിരിച്ചടിക്കുക, അത് ഇസ്രായേലിലേക്കും വേണം എന്നുള്ളതാണ് അഭിപ്രായം. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് സൈനിക പ്രാക്ടിക്കലൊക്കെ ആരംഭിച്ചത്. അത് അവരുടെ നിയന്ത്രണത്തിലുള്ള സർവ്വ മേഖലയിൽ അത് ഉണ്ടായിട്ടുണ്ട്. എല്ലാവിധ കപ്പലുകൾക്കും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പരമാവധി വിമാന സർവീസുകളൊക്കെ റദ്ദാക്കിയിട്ടുണ്ട്. ഇസ്രായേലിലേക്ക് ഇപ്പോൾ രാജ്യത്തിൻ്റെ പുറത്തുള്ള ഒരു വിമാനം പോലും വരുന്നില്ല എന്ന റിപ്പോർട്ടാണ് വരുന്നത്. അവരുടെ പ്രാദേശിക സർവീസുകൾ തന്നെ വല്ലാത്ത രീതിയിൽ വെട്ടിക്കുറച്ചിരിക്കുന്നു. കാര്യം എന്ന് പറയുന്നത്, ഏതെങ്കിലും തരത്തിൽ മിസൈലുകൾ വഴിതെറ്റി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് സാരമായിട്ട് ബാധിക്കും എന്നതിൻ്റെ അടിസ്ഥാനത്തിലും സുരക്ഷാ ക്രമീകരണത്തിൻ്റെ ഭാഗമായിട്ടുമാണ് ഇപ്പോൾ അങ്ങനെ ഉണ്ടായിരിക്കുന്നത് എന്ന് പറയുന്നു. അപ്പോൾ ഇസ്രായേലിൻ്റെ ഭാഗത്ത് വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാന കാര്യങ്ങളൊക്കെ അവരും ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയുള്ള സൈനിക പ്രാക്ടിക്കലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള ചർച്ച നടന്നിരിക്കുകയാണ്. കാര്യമെന്ന് പറഞ്ഞാൽ അമേരിക്കയേക്കാളേറെ ഇറാനാണ് തയ്യാറെടുപ്പ് നടത്തുന്നത് എന്ന തരത്തിലാണ്. അപ്പോൾ ഇറാഖ് യുദ്ധകാലത്തൊക്കെ വളരെ എളുപ്പത്തിൽ അമേരിക്കക്ക് ഈ മേഖല അവരുടെ മേഖല പിടിച്ചെടുക്കാൻ വേണ്ടി സാധിച്ചിരുന്നു. അതിൻ്റെ കാര്യം എന്ന് പറയുന്നത്, ചുറ്റുഭാഗം നിൽക്കുന്ന സർവ്വ മുസ്ലിം രാജ്യങ്ങളും അന്ന് ഇറാഖിനെതിരെ അമേരിക്കക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഏകോപിച്ചിരുന്നു എന്നുള്ളതും അവരുടെ ഭൂമിക ഉപയോഗിച്ചിട്ടാണ്, അതായത് അറബ് രാജ്യങ്ങളുടെ ഭൂമിക ഉപയോഗിച്ചിട്ടാണ് ഇറാഖിനെ അന്ന് അമേരിക്ക ആക്രമിച്ചത്. ഇറാന്റെ വിഷയം വന്ന സമയത്ത് എല്ലാവരും പിന്മാറി. അത് തങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞു. അതോടുകൂടി അമേരിക്ക പ്രതിസന്ധിയിലായി. ഇപ്പോൾ വലിയ പിന്തുണ, രാജ്യാന്തര തലത്തിൽ വലിയ പിന്തുണ കിട്ടുന്ന അമേരിക്കക്കല്ല, ഇറാനാണ്. ഇറാൻ അങ്ങനെ ഒറ്റക്ക് നിന്നുകൊണ്ട് യുദ്ധം ചെയ്യേണ്ട,
ഞങ്ങളും സഹായിക്കാമെന്ന് പറഞ്ഞ് പല രാജ്യങ്ങളും മുന്നോട്ട് വരുന്നു. പക്ഷേ നേരിട്ട് കൊണ്ട് ഒരു പക്ഷേ ഇതിൽ പങ്കാളിത്തം വഹിച്ചിട്ടില്ലെങ്കിൽ പോലും ആയുധപരമായ രീതിയിലും പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചും സാമ്പത്തികമായിട്ടും സഹായിക്കാൻ പല രാജ്യങ്ങൾ തയ്യാറാണ്. പല രാജ്യങ്ങളും സഹായിച്ചിട്ടുണ്ട്. ദശകോടികളുടെ സഹായം അറബ് രാജ്യങ്ങൾ തന്നെ ചെയ്തു കൊടുത്തിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. പക്ഷേ ഔദ്യോഗികമായിരിക്കുന്ന റിപ്പോർട്ടുകളൊന്നും പുറത്തു വന്നിട്ടില്ല. നിലവിലെ സാഹചര്യത്തിൽ ഇറാൻ നിലനിൽക്കുക എന്നുള്ളത് മുസ്ലിം രാജ്യങ്ങളുടെ അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. അല്ലെങ്കിൽ അമേരിക്കയുടെ കൈപ്പള്ളയിലേക്ക് രാജ്യങ്ങൾ ഒതുങ്ങിപ്പോവും. പിന്നെ നമുക്ക് നിലപാട് കാര്യങ്ങളൊന്നും പറയാനില്ലാത്ത സ്ഥിതികൾ വരും. അങ്ങനെ സ്വാതന്ത്ര്യവും അവകാശങ്ങളും നിഷേധിക്കുന്ന രീതിയിലേക്കും അമേരിക്കയ്ക്ക് അനുകൂലമായിരിക്കുന്ന ഭരണ സംവിധാനത്തെ പ്രതിഷ്ഠിക്കുന്നതിലും അവർ വിജയിക്കും. പല ഘട്ടത്തിൽ അവർ വിജയിക്കാറുണ്ട്. ഈ കാര്യങ്ങളൊക്കെയാണ് ആ വിഷയത്തിൻ്റെ തുടർച്ചയായ രീതിയിൽ പറയുന്നത്. അപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്കുടെ പ്രോക്സി വിഭാഗങ്ങൾ പറയുന്നത് ഇറാൻ്റെ അകത്ത് പേഴ്സണൽ ട്രൂപ്പ്, ആ ട്രൂപ്പ് 5 ലക്ഷത്തോളം ഉണ്ട് എന്നാണ് പറയുന്നത്. എല്ലാ വിഭാഗത്തോടും യുദ്ധത്തിന് തയ്യാറാവാൻ വേണ്ടിയിട്ട് അയത്തുള്ള അലി ഖംനി ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അവരെല്ലാവരും യുദ്ധത്തിന് സജ്ജമായിട്ട് നിൽക്കുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു. അപ്പോൾ ഇതിനെല്ലാം ക്രോഡീകരിക്കാൻ വേണ്ടിയിട്ട് സമുന്നതരായിരിക്കുന്ന സൈനിക മേധാവികൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു. കാര്യം യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ പിന്നീട് ഈ സുപ്രീം ലീഡർ അയക്കുന്ന അയത്തുള്ള അലി ഖംനായുമായിട്ട് നേരിട്ട് സംവദിക്കേണ്ട കാര്യമില്ല. പൂർണ്ണമായിരിക്കുന്ന അധികാരം സൈനികർക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ട് പുറത്തുവന്നത്. കഴിഞ്ഞ പ്രാവശ്യം സമാനമായിരിക്കുന്ന രീതി തന്നെ ഉണ്ടായത്. അത് ഇസ്രായേൽ ഇറാൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം മധ്യഭാഗത്ത് എത്തിയപ്പോൾ ഒരു 4-5 ദിവസം കഴിഞ്ഞതോടുകൂടി യുദ്ധം കഠിനമായി. ഇറാൻ്റെ ഭാഗത്തുനിന്ന് ശക്തമായിരിക്കുന്ന ആക്രമണം ഇസ്രായേലിന് നേരെ ഉണ്ടായി. ആ സമയത്ത് ഇറാൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇറാൻ്റെ പ്രസിഡന്റ് അയത്തുള്ള അലി ഖംനായി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ സൈനിക മേധാവികളോടായിട്ടാണ് പറഞ്ഞത്, നിർദ്ദേശത്തിന് വേണ്ടി, അതായത് സുപ്രീം ലീഡറുടെ നിർദ്ദേശത്തിന് വേണ്ടി നിങ്ങൾ കാക്കേണ്ട കാര്യമില്ല. മുനമ്പിൽ യുദ്ധം ചെയ്യുക മാത്രമാണ് ചെയ്യേണ്ടത്. അതിൽ പ്രത്യേക ഉത്തരവിൻ്റെ കാര്യമൊന്നുമില്ല എന്ന് അവർ ആ സമയത്ത് പറയുകയും ചെയ്തു. അതിൻ്റെ ഒരു തുടർച്ചയാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴും നടക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതാണ്. സൈനികർക്ക് പൂർണ്ണമായിരിക്കുന്ന അധികാരം നൽകിയിരിക്കുന്നു. ഇപ്പോൾ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ അമേരിക്കയെ തകർക്കുക എന്നുള്ളതാണ്. അത് പരമാവധി 4 കപ്പലിൽ 2 കപ്പലെങ്കിലും മുക്കും എന്നുള്ള അഭിപ്രായവും പറയുന്നുണ്ട്. ഈ സൈനിക കമാൻഡർമാരും മജിസ്ട്രേറ്റുമാരും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും സർക്കാർ സംവിധാനങ്ങളടക്കം ഒരുമിച്ച് നിൽക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അമേരിക്കയുള്ള പ്രത്യേകത. മാത്രമല്ല ഈ അമേരിക്ക പേടിക്കുന്നതും, ഇറാനിലുള്ള പ്രത്യേകത അമേരിക്ക പേടിക്കുന്നതും അതാണ്. ഇറാൻ്റെ സൈനിക പ്രാക്ടിക്കൽ ആരംഭിച്ചതോടുകൂടി പ്രതിരോധം തീർക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേലും വലിയ രീതിയിലുള്ള ഒരുക്കങ്ങൾ നടക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നു. ഇതിലിപ്പോൾ ആകെയുള്ള വിഷയം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, ഇറാൻ്റെ കൈവശത്തുള്ള ഇറാൻ്റെ ഉദ്ദേശ കാര്യങ്ങൾ എന്താണ്, അതിൻ്റെ സംവിധാനങ്ങൾ എന്താണ് എന്ന കാര്യത്തെക്കുറിച്ച് യാതൊരു വിവരവും ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. ഇറാൻ ഉപയോഗിക്കാൻ പോകുന്ന ആയുധത്തിൻ്റെ പ്രഹരശേഷി മനസ്സിലാക്കാൻ പോലും അമേരിക്കക്കും ഇസ്രായേലിനും ഇപ്പോഴും സാധിച്ചിട്ടില്ല എന്നുള്ളത് അവരെ തന്നെ നിരാശയാക്കുന്ന കാര്യമാണ്. ഈ ഒരു സാഹചര്യത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്ക നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അവർക്ക് യുദ്ധം ചെയ്യാൻ, അമേരിക്ക ഒരു രാജ്യത്തിൻ്റെ മുൻപിൽ യുദ്ധം ചെയ്യാൻ വേണ്ടി ഭയപ്പെടണമെങ്കിൽ അതിന് തീർച്ചയായിട്ടും അതിൻ്റേതായിരിക്കുന്ന കാരണങ്ങളുണ്ടാവും. ആ കാരണങ്ങളിൽപ്പെട്ട പ്രധാനമായിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇറാൻ്റെ സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നതിൽ അമേരിക്ക പരാജയപ്പെട്ടിരിക്കുന്നു എന്നത് മാത്രമാണ്. ഇനി അതിനൊരു പ്രതിരോധ സംവിധാനം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഒരു നിരീക്ഷണം നടത്തിയതിന് ശേഷമാണ് മുന്നോട്ട് പോകാനുള്ള സാധ്യത എന്ന് വിലയിരുത്തുന്നു. അപ്പോൾ സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം, അത് ഇറാൻ്റെ സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 5 ലക്ഷം പേഴ്സണൽ ട്രൂപ്പുണ്ട്, അവർ റെഡിയായിരിക്കുന്നു. അതല്ലാതെ 3 ലക്ഷത്തിലധികം സൈനികരുണ്ട്, അവർ റെഡിയായിരിക്കുന്നു. ഇനി രഹസ്യാന്വേഷണ ഏജൻസിയുമായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ കണക്ക് കാര്യങ്ങളൊന്നും പുറത്തു വിട്ടിട്ടില്ല. അത് ഇറാനും പുറത്തു വിട്ടിട്ടില്ല, ലോകത്തിനോട്ട് അറിയില്ല. അങ്ങനെ വലിയ രീതിയിലുള്ള യുദ്ധസന്നാഹങ്ങളും തയ്യാറെടുപ്പുകളും ഉണ്ടായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ തൂത്തെറിയുക എന്നത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഇറാൻ്റെ ലക്ഷ്യം എന്ന് ഏറെക്കുറെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു.